എനിക്ക് മാത്രമായിരിക്കും ഇങ്ങനെ കുഞ്ഞിലെ തൊട്ട് ഉടുപ്പ് തയ്ച്ചു തന്നിട്ടുണ്ട്. അല്ല, എനിക്ക് ഉടുപ്പുകൾ തയ്ച്ചു തന്നിട്ടുണ്ട്. 15 വയസ്സ് പ്രീഡിക്ക് അന്ന് എനിക്ക് ഉടുപ്പ് തയ്ച്ചു തന്നിട്ടുണ്ട്. സ്കേർട്ടും ടോപ്പും അന്ന് ഇങ്ങനെ ചുരി ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പും ഫുൾ ലെങ്ത് സ്കേർട്ടുകളും. അന്ന് ക്രോപ്പ് ടോപ്പ് ഉണ്ട് വീനെക്കായിട്ട്. അതില് വീനെക്ക് അതൊക്കെ എന്റെ കയ്യിൽ ഇരിക്കണുണ്ട് ഇപ്പോഴും. ഒരു കേടുമില്ല അതിന്. പിള്ളേരിട്ടോണ്ട് നടക്കുന്നുണ്ട്. ഇവളിട്ടു, എന്റെ പിള്ളേരിട്ടോണ്ട് നടക്കുന്നുണ്ട്. ഒരു കേടുമില്ല. ഇപ്പോഴും എല്ലാവരും എവിടെന്നാന്ന് ചോദിക്കുന്നത്. ഇപ്പൊ പാരീസ് ഇപ്പൊ തയ്ച്ചാണോന്ന് ചോദിക്കുന്നത്. ഇത്ര വർഷം കഴിഞ്ഞിട്ട്. പക്ഷെ ശരിക്കും ഭയങ്കര നല്ല പാറ്റേൺസ് ആണ്. കാരണം നമ്മൾ എവിടെ പോയാലും എല്ലാവരും നമ്മളോട് ചോദിക്കുന്നത് എവിടെ ഡ്രസ്. ശരിക്കും ഞങ്ങൾ സെലിബ്രിറ്റി കറക്റ്റ് പറഞ്ഞ അത് ഞങ്ങളുടെ ഡ്രസ്സിങ്ങിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യണ പാരീസ് ഉള്ള കാര്യം. നമ്മൾ ഏതൊരു ഫംഗ്ഷൻ വന്നാലും ഫസ്റ്റ് ഡ്രസ്സ് തയ്പ്പിക്കണമെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. പാരീസിൽ തന്നെ വന്ന് തയ്ക്കാറുണ്ട്. അത് വേറൊരു നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാറില്ല. എന്റെ കല്യാണത്തിന്റെ ബ്ലൗസ് ഒക്കെ തയ്ച്ചത് ആ ബ്ലൗസ്. പക്ഷെ അതിന്റെ ബട്ടൺസ് ഹുക്കുകളില്ലേ അത് തുരുമ്പെടുത്തിട്ടില്ല. ആ സ്റ്റിച്ചിങ്ങിന്റെ രീതി ഭയങ്കര ഡിഫറെന്റ് ആണ്. അത് മാത്രല്ല ആ നൂലിങ്ങനെ തയ്ക്കുമല്ലോ അതിന് വരെ ഒരു ഇളക്കില്ല, ലൂസായിട്ടില്ല. അത്ര പെർഫെക്റ്റ്. 46 കൊല്ലായ ഒരു ബ്ലൗസ് ആണ്. പിന്നെ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ പാരീസിലെ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര വണ്ണം കുറവ് തോന്നും. പിന്നെ ഇച്ചിരി വണ്ണം വെച്ചാലും ഡ്രസ് എങ്ങനെയാന്ന് എനിക്ക് ഒരു പ്രത്യേക വണ്ണം കുറവ്. ശരിയായിട്ടും പിന്നെ ഈ ചുളുക്കുകൾ ഭയങ്കര കുറവാ. എല്ലാവരും തയ്ക്കുമ്പോ ഇവിടെയൊക്കെ ഇങ്ങനെ ചുളുങ്ങി ആ ഫിനിഷിങ് ഭയങ്കര ഒരു വ്യത്യാസമായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറ്. ചുളുക്ക് മാറ്റാൻ വേണ്ടി 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ ഒരു ഡ്രസ് തയ്ച്ചിട്ട് നോക്കും, ഹാങ്ങറിലിട്ട് നോക്കും ചുളുക്ക്. ആ സ്റ്റിച്ചിങ്ങിന്റെ തന്നെ വിഷയത്തിനെ കറക്റ്റ് ചെയ്യാണ്ട് ചുളുക്കില്ല സ്റ്റിച്ച് ചെയ്യാൻ. പിന്നെ അതിങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ വെച്ച് നോക്കുന്ന രീതി അത് നമ്മളിങ്ങനെ തയ്ച്ച് കഴിച്ചുമ്പോൾ ഹാങ്ങറിലിട്ടിട്ട് അയൺ ചെയ്ത് ഹാങ്ങറിലിട്ട് നോക്കും. പക്ഷെ അല്ല, നമ്മൾ ഇച്ചിരി വണ്ണം വെച്ചാലും നമുക്ക് ആ ഡ്രസ്സ് എങ്ങനെയെങ്കിലും കയറും. എനിക്ക് ഭയങ്കര വണ്ണം വെക്കണ പോലതായത് എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ വേറെ എവിടെയെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാതെ ഇത് ശരിയാവാറില്ലാത്ത പോലെ തന്നെ എനിക്ക് ഫീൽ. എന്തായാലും വെഡിങ്സിനൊക്കെ എല്ലാവരും ഇങ്ങനത്തെ ഡ്രസ്സ് സ്വാഭാവികമായിട്ട് ഇടുമല്ലോ. അല്ലാത്ത സമയമാണ് ഫംഗ്ഷൻസിന് എല്ലാവരും ഇടും. ഇപ്പൊ നമ്മുടെ തന്നെ ഫംഗ്ഷൻസിന് അറ്റൻഡ് ചെയ്യാൻ വരുവാണെങ്കിൽ സാരി ഉടുക്കൂലോ. ഇപ്പൊ ബ്ലൗസുകളിൽ പാറ്റേൺ വന്നു കഴിയുമ്പോൾ അവർക്കും ഒരു ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. യങ്സ്റ്റേഴ്സിന് ബ്ലൗസുകൾ പാറ്റേൺ ചെയ്യുമ്പോൾ സാരി ഉടുക്കാൻ ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. ഇതിലെ മുതല് ഞങ്ങള് നിങ്ങളുടെ ഒരു എന്താ പറയാ ഗ്രോത്ത് നല്ല